യമനിലെ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമറുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി എ കെ ലതീഷ് കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ലതീഷ്, ഇപ്പോൾ കൂടുതൽ ഇടപെടലുകൾ സംസാരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് വേണം അറിയാൻ. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് അദ്ദേഹം ഈ യമനിലെ വലിയ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ഹബീബ് ഉമറുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? എന്താണ് ഈ വീഡിയോ കോൺഫറൻസിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്? മനു, ഹബീബ് ഉമറുമായാണ് ഈ വിഷയത്തിൽ കാന്തപുരം മേത്തി അബൂബക്കർ മുസ്ലിയാർ നേരത്തെ മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വഴിയുള്ള ഒരു ഇടപെടലാണ് ഈ തലാലിന്റെ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞത്. ആ നിലയിൽ ഈ നിലവിലുള്ള ചർച്ചയുടെ ഒരു പുരോഗതിയാണ് കാന്തപുരം മേത്തി അബൂബക്കർ മുസ്ലിയാർ ഈ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമറുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചിരിക്കുന്നത്. കുടുംബവുമായി സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ നേട്ടമായാണ് ഇപ്പോൾ ഈ കാന്തപുരത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. ഈ നാളെ നടപ്പാക്കാനുള്ള വധശിക്ഷ തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി ചർച്ച പുനരാരംഭിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യഘട്ടത്തിൽ വധശിക്ഷ ആ ശിക്ഷാവിധി മരവിപ്പിക്കുക, പിന്നീട് മോചനമടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങുക, അല്ലേ? തീർച്ചയായും ശിക്ഷാവിധി തൽക്കാലം മരവിപ്പിക്കുക, തുടർന്ന് ഈ തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് ദയാധനം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അത്തരം ഒരു പോസിറ്റീവായ സമീപനം തലാലിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് കാന്തപുരവുമായ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ കുടുംബത്തിലെ ഒരു ഏകാഭിപ്രായം ഈ ശിക്ഷാവിധി പൂർണ്ണമായും റദ്ദാക്കുന്നതിന് ഈ തലാലിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു ചെറിയ വിവാദമായി നിൽക്കുന്നുണ്ട്, ചർച്ചയ്ക്ക് വിവാദമായി നിൽക്കുന്നുണ്ട്. ആ നിലയിൽ ആ കുടുംബത്തിന്റെ കൂടി വിശ്വാസം എടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് പുരോഗമിക്കാനിരിക്കുന്നത്. ഒപ്പം തലാലിന്റെ ഗോത്ര സമൂഹവുമായി ഗോത്ര തലവൻ ഉൾപ്പെടെയുള്ള ആളുകളും ഈ അവിടെയുള്ള ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോസിറ്റീവായ ചില നടപടികൾ, നീക്കങ്ങൾ കാന്തപുരം മേത്തി അബൂബക്കർ മുസ്ലിയാർ ഈ ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അർക്കസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്.